രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗാളിനെ കുറിച്ചാണ്. ബംഗാളിലെ ആർജിക്കർ എന്ന് പറയുന്ന ആശുപത്രിയിൽ നടന്ന ക്രൂരമായ കൊലപാതകം. നിർഭയ 2 എന്നാണ് രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവനും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് കണ്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല, മെഴുകുതിരി പ്രതിഷേധങ്ങളില്ല, അവർക്ക് സംസാരിക്കേണ്ട. പക്ഷെ കത്വയിൽ നടന്ന ആസിഫയുടെ കൊലപാതകത്തിൽ വലിയ രീതിയിലുള്ള മെഴുകുതിരി പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ മെഴുകുതിരി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഹത്രാസിലേക്ക് ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ നേരിട്ട് പോയി. ആ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് നമ്മുടെ സിദ്ദിഖാപ്പൻ. അങ്ങനെ സിദ്ദിഖാപ്പൻ അവിടെ ജയിലിലും ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ സിദ്ദിഖാപ്പന് വേണ്ടിയുള്ള മുറവിളികളാണ് കണ്ടുകൊണ്ടിരുന്നത്. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ നടന്ന ആ കാര്യം എന്താണെന്ന് വിശദീകരിക്കാൻ പോലും, അതിനെക്കുറിച്ച് ചർച്ച വയ്ക്കാൻ പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് കാണണം. പിന്നെ നമ്മുടെ മമതാ ബാനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ, മമതാ ബാനർജിയുടെ പ്രതികൾക്ക്, അതായത് ഈ പ്രതികൾക്ക്, ഈ ബലാത്സംഗം നടത്തിയ പ്രതികൾക്ക് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടുത്തെ പ്രിൻസിപ്പാൾ തൃണമൂൽ കോൺഗ്രസ് അനുഭാവിയാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ബലാത്സംഗം നടന്ന ആ മുറി റിനോവേറ്റ് ചെയ്യാൻ എന്ന പേരിൽ ഇടിച്ചു പൊളിച്ചു കളയുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൽക്കട്ടയിലെ നാഷണൽ മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ പ്രിൻസിപ്പളായിട്ട്, അതായത് ആർജിക്കറിൽ നിന്ന് ഇയാളെ പ്രിൻസിപ്പളായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ പല പല റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നു. പോരാത്ത 7000 പേർ ആർജിക്കർ ആശുപത്രി പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ. അങ്ങനെ ആക്രമണം അഴിച്ചുവിടുമ്പോഴും നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ധ്രുവ് റാഠി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് മമതാ ബാനർജിയെ കൊടുക്കാനുള്ള നീക്കമാണ്, ഇത് മമതാ ബാനർജിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സന്ദേശ് ഖാലി മുതൽ ആർജിക്കർ വരെ ബംഗാളിൽ എന്തുകൊണ്ട് ഇങ്ങനെ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ്? കേന്ദ്ര സർക്കാർ ചെയ്യാന് കേന്ദ്ര സർക്കാരിന്റെ അതൊരു ചോദ്യമാണ്. സി ദർ ഇസ് എ ഗവർണർ, ഹി ഷുഡ് റൈറ്റ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഒന്നും അടിച്ചമർത്താൻ പോലീസ് അടിച്ചമർത്തുന്നത് പ്രൊട്ടസ്റ്റേഴ്സിനെയാണ്. ഇതിന് ഇവർക്ക് പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പോലീസ് ഈ പറഞ്ഞ പോലെ മമതാ ബാനർജിയുടെ ആൾക്കാർ ഒരു ദിവസം കൊണ്ട് ഈ സെമിനാർ റൂമിലാണ് ഈ ഡോക്ടർ മരിച്ചു കിടന്നത്. 31 വയസ്സുള്ള ഈ ഡോക്ടറിനെ പിന്നെ 36 മണിക്കൂർ ജോലി ചെയ്തിട്ട് 36 മണിക്കൂർ അവിടെ ഉണ്ട് ഹ്യൂമാനിറ്റി. പിന്നെ അവിടെ പോയി ഹ്യൂമൻ റൈറ്റ് കൊടുക്കേണ്ട ഒരു ഭാഗം അവിടെ ഇല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 36 മണിക്കൂർ ജോലി ചെയ്ത് ഒന്ന് തല ചായ്ക്കാൻ പോയ റൂമിൽ, ദാറ്റ് ഓൾസോ ഇൻ എ സെമിനാർ റൂം. അതിന്റെ അടുത്ത ബാത്റൂം ഒക്കെ അവർ പൊളിച്ചു കളഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഹാഫ് ആൻ അവർ ദേ ടുക്ക് ടു പിന്നെ റിപ്പോർട്ട് ടു ദ പോലീസ്. ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോഡി കിടന്നത് പറയുന്നത് ഇത് ഒരു കേരളത്തിലെ ഒരു മാധ്യമങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യില്ല, ആർക്കും മെഴുകുതിരി കത്തിക്കേണ്ട, ആർക്കും പ്രതിഷേധമില്ല, ഒന്നുമില്ല. വേർ ഇസ് ഇന്ത്യസ് പിന്നെ ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ലഡ്കി കാ ലഡായിയോ എന്ന് പറഞ്ഞിട്ട് വാട്ട് ഹാപ്പൻ അയാൾ ഒരു ട്വീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബംഗ്ലാദേശ്? അവരുടെ സഖ്യത്തിൽ ആരും നോബഡി സ്പീക്കിംഗ്. പിന്നെ ഇന്ത്യ സഖ്യത്തിലെ ഒപ്പോസിഷൻ ലീഡർ ഇസ് നോട്ട് സ്പീക്കിംഗ്, പ്രിയങ്ക വദ്ര ഇസ് നോട്ട് സ്പീക്കിംഗ്. എന്താ പറയാ, മമതാ ബാനർജിന്റെ ഒരു ലീഡേഴ്സിന്റെ ഒരു ശബ്ദം കേൾക്കുന്നില്ല. ഓൺലി ദ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാക്കിയിട്ട് വിത്തിൻ 1 day CBIക്ക് പോണം പറഞ്ഞിട്ട് CBI വാസ് റെഡി. അതാണ് സെൻട്രൽ ഗവൺമെന്റിന് അന്വേഷണം നടത്തണമെങ്കിൽ സ്റ്റേറ്റ് ഹാവ് ടു ഗിവ് എ പെർമിഷൻ. അപ്പൊ ഷീ സെഡ് നോ 7 days. Why 7 days? 7 days. But one more thing, madam, I just want to tell you one more thing, that why can't our central government dismiss this government, West Bengal government? Because പരിധിയുടെ സകല സീമകളും ലംഘിച്ചു കഴിഞ്ഞു ഈ വെസ്റ്റ് ബംഗാൾ. അവിടെ ഒരു സമയത്ത് ഹൈന്ദവർക്ക് നേരെ ആക്രമണം നടക്കുന്നു, അതെ, ഒരു സമയത്ത് ഇപ്പോ ഈ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു, മറ്റു പാർട്ടികൾക്ക്. അതെ അതെ അതെ. എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നില്ല നരേന്ദ്രമോദി? എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല? See, that is അതിന് ഒരു റൂൾ വെച്ചാൽ ഗവർണർ ഹാവ് ടു റൈറ്റ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. then only a president rule. It is a must. ഗവർണർ ഇനി അവിടെ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. അയാളുടെ ശക്തി മുഴുവനും ഉപയോഗിച്ചിട്ട് അവിടെ മാറ്റണം. കാരണം അല്ല, ഗവർണറുടെ കാര്യം പറയുമ്പോൾ ഇനി ഗവർണർ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ വെൻ വി കം ടു വെസ്റ്റ് ബംഗാൾ, അവിടെയുള്ള ഗവർണർക്ക് നേരെ പീഡന കേസ് കൊടുക്കുകയാണ് മമതാ ബാനർജി. വാട്ട് ദ ഹെൽ ഈസ് ദിസ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് ആ ഒരു സ്റ്റേറ്റിൽ ഇത്രയും വരുമ്പോ ഒരു പ്രസിഡന്റ് റൂള് തന്നെ നമുക്ക് ആവശ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് നാഷണൽ മീഡിയാസിൽ വരുന്ന വീഡിയോസ് കാണുമ്പോൾ.
ഇതൊന്നും ഫേക്ക് വീഡിയോസ് അല്ല. കോളേജിന്റെ മുമ്പിൽ വരുന്ന വീഡിയോസിൽ അവര് ചോദിക്കുമ്പോ അവര് പറയുന്ന അടിച്ചമർത്തന്നെ. സി ദിസ് ഗേൾ വാസ് പിന്നെ സൂയിസൈഡ് എന്നാണ് ഇവര് റിപ്പോർട്ട് ചെയ്തത് ഇവരെ പാരന്റ്സിന്. അതെ 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 ആ സി ദ ലെഗ് അതെ. 2 legs വാസ്, രണ്ട് ലെഗ് സെപ്പറേറ്റഡ് ആയിട്ടാണ് ബോഡി കിടന്നത്. അങ്ങനെ ഒരാള് സൂയിസൈഡ് ചെയ്യോ? ആൻഡ് ഹർ ഗ്ലാസ് വാസ് ബ്രോക്കൺ. കണ്ണട പൊട്ടിയിട്ട് കണ്ണിന്റെ ഉള്ളില് ഈ ഗ്ലാസ് പീസ് കുത്തിക്കേറി. പോയിട്ടുണ്ട്, Yeah. കുത്തിക്കേറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഒരാൾ അങ്ങനെ ആത്മഹത്യ ചെയ്യാ? എന്ത് ആത്മഹത്യ എന്ന് അവര് പറഞ്ഞത്? സി ഇറ്റ്സ് എ ബ്രൂട്ടൽ റേപ്പ്. അതും ഒരു ഇത്രയും ആൾക്കാർ കൂടിയിട്ടുള്ള റേപ്പാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ Yeah. the semen which is generate for a man it is 30 ml ഒരു at a time. ഇത് 150 ml ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പൊ എത്ര ആള് റേപ്പ് ചെയ്തു ആ പെൺകുട്ടിയെ? എന്നിട്ട് അവര് പറയാ പിന്നെ കോമ്പൻസേഷൻ തന്നു. അച്ഛനതാ പറഞ്ഞേ, നീതിക്ക് വേണ്ടിയിട്ടാ ഞാൻ വന്നത്, കോമ്പൻസേഷന് വേണ്ടിയല്ല. അവരെ വായടക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നോക്കുന്നത്. സി ഇപ്പൊ ഇവിടെ ഒരാൾക്കും ഒരു ശബ്ദവും ഇല്ല. യു പിയിൽ എന്തെങ്കിലും സംഭവിച്ചാലും, ഡൽഹിയിൽ സംഭവിച്ചാലും, മണിപ്പൂരിൽ സംഭവിച്ചാലും കേരളത്തിലെ മീഡിയ, എത്ര മീഡിയകൾ ഇതിനെ ചർച്ചക്കെടുത്തു? ഒരാള് സംസാരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഇതിനൊക്കെ ആൻസർ പറയണോ? അയാൾ പറയുക വിമൻ എംപവർമെന്റ്. അയാളെ ശക്തമായ സപ്പോർട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പറയണം. അവര് പറഞ്ഞ ഒരു വാക്കാണ് നമുക്കെല്ലാം ഓർമ്മ വരുന്നത്. മഹാരാഷ്ട്ര പിന്നെ റാലിയിൽ ഹി സെഡ് ഇന്ത്യ ഭാരതത്തിൽ BJP ജയിച്ചാൽ ഇന്ത്യ വിൽ ബേൺ. അതെ, BJP ജയിച്ചാൽ ഇന്ത്യ വിൽ ബേൺ. Why India is burning? He made a statement. നാരി കോ ലഡായി ഹെ, നാരി ശക്തി ലഡായി. അപ്പൊ നാരി ശക്തികളെ ലഡായി ചെയ്യുന്നത് ഇവരൊരു ഹോബിയായി മാറിയിട്ടുണ്ട്. 2012 അഭയ കേസ് വന്നു, നിർഭയ വന്നു. ഇപ്പൊ 24 വേറെ സെക്കൻഡ് നിർഭയ വന്നു. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അയോധ്യയില് അഖിലേഷ് യാദവിന്റെ ഒരു സീനിയർ നേതാവ് 12 വയസ്സുകാരിയെ ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിട്ടില്ല? രാഹുൽ ഗാന്ധി അതൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ അവർക്ക് അവരുടെ ഒരു കസ്റ്റഡിയിൽ ആക്കി വെക്കുന്ന സ്ഥലത്ത് അവർ ഇതുപോലെ ചെയ്യുക, മറ്റ് സ്ഥലങ്ങളിൽ ഇതാക്കി. ഇപ്പൊ ഇവിടെ തന്നെ സംഭവിച്ചില്ല UPയില്. വാട്ട് ഹാപ്പൻ? ഒരു ബോലെ ബാബ ഒരു ഇതുണ്ടായി, ഒരു ഇതില് 2.5 ലക്ഷം ആൾക്കാര് പോലീസ് അവിടെ അനുവാദം കൊടുത്തു പറഞ്ഞ. ഇറ്റ് വാസ് എ റിയലി സംതിങ് ഹാപ്പൻ ഇൻസൈഡ്. അവിടെ ആൾക്കാർ പോയി. അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ മോദിജിനെ അടിച്ചിടാനും പിന്നെ എന്താ പറയാ യോഗി ആദിത്യനാഥിനെ അടിക്കാനും വേണ്ടി ചെയ്തൊരു സംഭവമാണ്. പോയിസൺ സ്പ്രേ അടിച്ചാണ് ആൾക്കാരെ ബോധം കെടുത്തിയത്. സോ ഇറ്റ് ഈസ് ഇൻ UP. അത് അവര് സംസാരിച്ചോ കേരളത്തിൽ ആരെങ്കിലും? ബിക്കോസ് ദിസ് ബോലെ ബാബ അഖിലേഷ് യാദവിന്റെ ക്ലോസ് ഫ്രണ്ടാ. സോ ദേ വിൽ നോട്ട് സ്പീക്ക് ആൻഡ് ദേ മെയ്ഡ് എ പ്രോബ്ലം ദേ. അപ്പൊ ഇതേപോലെ സ്ത്രീകളെ നശിപ്പിക്കണോ ഇത്രയും വലിയ? ദിസ് ഇസ് നോട്ട് എ മെഡിക്കൽ കോളേജ് ഓർ എ ലേഡി. ഇന്ത്യയിലെ സകല ലേഡീസിന് വേണ്ടി വി ഹാവ് ടു ഓപ്പൺ ആ മൗത്ത്. ബിക്കോസ് നമ്മളിപ്പോ സാധാരണ നടക്കുന്ന ഒരു സ്ത്രീക്ക് എന്ത് സുരക്ഷിതമാണ് നമുക്ക് കിട്ടുക ഇതുപോലുള്ള സ്റ്റേറ്റില്? നമുക്ക് പെൺകുട്ടികള്, ചെറിയ കുഞ്ഞുങ്ങള്, നമ്മളിപ്പോ കേരളത്തിൽ കണ്ട കുറെ റേപ്പ് എന്തായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ വന്നേ? ഒരാൾക്കും ID ഇല്ല, കാർഡില്ല, ഒന്നുമില്ല. അനധികൃതമായി താമസിക്കുന്ന ആൾക്കാർ വന്ന് നമ്മളെ നാട്ടിൽ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേഷൻ ഉണരണ്ടേ? പെണ്ണുങ്ങൾ ഉണരണ്ടേ? ഭാരതത്തിന്റെ നാഷണാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഉണരേണ്ട സമയം അതിക്രമിച്ചു എന്നാ ഞാൻ പറയണേ. ഏത് വിധത്തിൽ ഇത് ഒരു നരേന്ദ്രമോദിക്കോ ഒരു BJP കേന്ദ്ര ഗവൺമെന്റിനോ എല്ലാ സ്റ്റേറ്റും ഇപ്പൊ ഇവര് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് ഈ പിടിച്ചോടത്തൊക്കെ ഇവര് ഇതുപോലുള്ള അതിക്രമങ്ങൾ അയച്ചുവിടുക. പണമാണ് ഇവർ എറിയുന്നത്. ഇൻ ദിസ് കേസ് ഓൾസോ സം ലീഡേഴ്സ് സൺ വാസ് ദേർ. 9 ആളിൽ ഒരാള് ഏതോ ഒരു ലീഡറിന്റെ സണ്ണാണ്. അതാണ് ഇവര് ഹൈഡ് ചെയ്യണത്. 7 ദിവസം അവർക്ക് എന്തിനാ CBIക്ക് വിടാൻ? ആ സ്ഥലമൊക്കെ One more thing I just want to bring into your notice, madam. അതായത് 90% എവിഡൻസ് നശിപ്പിച്ച ശേഷം മമതാ ബാനർജി ഇപ്പൊ പ്രതിഷേധക്കാരുടെ കൂടെ പ്രതിഷേധം നടത്തുകയാണ്. She is the chief minister of that West Bengal. She is the home minister of West Bengal. She controls the എന്താണ് ആരോഗ്യം, അത് കൺട്രോൾ ചെയ്യുന്നു, എല്ലാം അവര് കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് അവര് ഇപ്പോ ആ നിർഭയ 2 എന്ന് പറയുന്ന ആ ഗേളിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ അവര് പ്രൊട്ടസ്റ്റേഴ്സിന്റെ കൂടെ കയറി ഇന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. വാട്ട് കൈൻഡ് ഓഫ് നോൺസെൻസ് ഈസ് ദിസ് എന്ന് തോന്നുന്നു. This is a time to demolish that government.
പ്രസിഡന്റ് റൂൾ ഷുഡ് ഉം, കം. അതന്നെ. കാരണം ഇറ്റ് ഈസ് ഉം, ഔട്ട് ഓഫ് ഹർ. ഷി കനോട്ട് കൺട്രോൾ ദാറ്റ് സ്റ്റേറ്റ്. ഉം, But you ഉം, have ഉം, to accept it. Otherwise, the central government ഉം, have to tell her you are not ഉം, having the capable to go through this. ഗുണ്ടകളൊക്കെ ഉം, കളിയായിട്ടാണ് അവിടെ നടക്കുന്നത്. ഈ പിന്നെ ഉം, ഉം, അച്ഛനും അമ്മനെ പോലും കാണിക്കാൻ സമ്മതിച്ചിട്ടില്ല ഈ ബോഡി. സി ഒരു ഉം, ഗവൺമെന്റ് ഉം. മെഡിക്കൽ കോളേജിലാന്ന് ഓർക്കണം, പ്രൈവറ്റ് ഹോസ്പിറ്റലിലല്ല. അതും ഒരു രോഗികൾ അതെ അതെ. മാത്രം ആണ് അതിന്റെ ഉള്ളിലുള്ള, വേറെ ആർക്കും വരാൻ പറ്റില്ല. അപ്പൊ വാട്ട് ഇസ് ദിസ് ഡോക്ടേഴ്സ്? ഉം, അതല്ല, ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ഒക്കെ സംസാരിക്കണം. ഏത് ഡോക്ടർക്കും സേഫ്റ്റി ഇല്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു ഉം, കുട്ടീനെ കൊന്നില്ലേ ഒരു രോഗി വന്നിട്ട്, അത് പോലീസിന്റെ കൂടെ ഉം, വന്നു. ഉം. ദാറ്റ് ഓൾ ഹാവ് സം അതെ, ഇന്റൻഷൻ വന്ദന ബിഹൈൻഡ് ദാറ്റ്. ആ വന്ദന. സോ ദാറ്റ് വന്ദന ഓൾ ഹാവ് വന്ദന. എൻ ഇന്റൻഷൻ ബിഹൈൻഡ്. ഉം, അതൊന്നും ആരും പുറത്തു കൊണ്ടുവരുന്നില്ല. ജസ്റ്റ് 2 days മീഡിയാസ് വിൽ ഉം, ടേക്ക് അബൌട്ട് ഓൾ ദിസ് തിങ്. വാട്ട് ഇസ് ബിഹൈൻഡ് ദാറ്റ് എന്ന് ആരും പറയുന്നില്ല, കോസ് ഉം, കണ്ടെത്തുന്നില്ല. ഉം, വൈ ദിസ് അറ്റാക്ക് ഇസ് കമ്മിങ് ടു ഓൾ ഡോക്ടേഴ്സ്? അപ്പൊ ഒരു നല്ലൊരു ഉം. ചികിത്സ കിട്ടേണ്ടിയും നല്ലൊരു സേഫ്റ്റി കിട്ടേണ്ടിയും ഒരു സ്ഥലത്താണ് ഇത് വരുന്നത്. എനിവേർ ഇറ്റ് വിൽ ഹാപ്പൻ. നമ്മള് ഫുൾ സേഫ് ആയിട്ടല്ലേ ഒരു ഹോസ്പിറ്റലിൽ പോവാ. അവരെ കയ്യിലല്ലേ ഉം, നമ്മളെ ഉം. ജീവിതം. നമ്മളെ ദൈവത്തിനെ പോലും മാലാഖമാരെ പോലെയും കാണുന്ന സ്ഥലത്ത് പോകുമ്പോ അവിടെ അവരെ ആക്രമിച്ചിട്ട് നമ്മൾക്ക് ഇവർക്ക് സേഫ്, ഇവർക്ക് ജോലി ചെയ്യാനുള്ള ഏത് മാനസികാവസ്ഥ ഉണ്ടാവുക ഇന്നൊരു ഡോക്ടർ ചോദിക്കണേ. ഹൗ കൻ വി കമ്മിൻ അതെ. ഇത് ഇപ്പൊ തിയേറ്ററിലാണെങ്കിൽ പോലും ഇത് സംഭവിക്കല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സ്റ്റേറ്റില്. ഉം, 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 ഉം. അപ്പൊ ദേ ഹാവ് ടു ഗീവ് അപ്പ്. അതാണ്, അതെ. അതിന് അല്ലാതെ ഒന്നുമില്ല. രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടിയില്ല വിമൻ എംപവർമെന്റിന് വേണ്ടി ഉം, സംസാരിക്കണേ. ഇന്ത്യ സഖ്യം മുഴുവനും തോളത്തേറ്റി നടക്കുന്ന ദീദിയാ. So Didi is ഉം, sitting with ഉം, the Protestant. That is a big drama ഉം, happening in India. Nowhere we will see ഉം. that. And they will അല്ല, ഇതില് attack the ഞാൻ പറയൂ പറയൂ. they will start attacking again the reporters who's reporting this incident. അതിപ്പോ ഇന്നും ഉണ്ടായി തോന്നുന്നുണ്ട്. റിപ്പബ്ലിക് ചാനലിന്റെ ഉം, നേരെ ഉണ്ടായില്ലേ സന്തോഷ് കാലിന്റെ. സെയിം ഉം, തിങ്. ഉം, ദേ ഉം, ഡോണ്ട് ഉം. വാണ്ട് ടു ബ്രിങ് ഔട്ട് ദ തിങ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഫുള്ളി, ഹൗ ദേ ആർ സ്പോയിലിംഗ് ഇറ്റ്. ഇപ്പൊ ഈ പിന്നെ പ്രിൻസിപ്പാളിനെ ഷീസ് ടെല്ലിങ് ഷീസ് ദ പവർ ഓഫ് ദ നേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഷീസ് ഗിവിംഗ് എൻ ആൻസർ ടു ദ ഇന്ത്യൻ നേഷൻ ദാറ്റ് ഷീ ഉം, ഉം, ട്രാൻസ്ഫേർഡ് ദാറ്റ് മാൻ ടു അനദർ ചീഫ് ഓഫ് ദ മെഡിക്കൽ ഈ ഉം, മെഡിക്കൽ കോളേജിന്റെ ഹെഡിന്. ഉം, ഉം. ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഇതില് ആ കേസ് പുറത്തു അതെ, കൊണ്ടുവരണ്ടേ? ഇതില് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാഡം, നമ്മളെ നമ്മുടെ കേരളത്തിൽ സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. മാഡത്തിന് അറിയാമായിരിക്കും. പക്ഷെ അത് ആ പെൺകുട്ടിയല്ല, വെറ്റിനറി ഡോക്ടർ വിദ്യാർത്ഥിയായിട്ടുള്ള ആൺകുട്ടി സിദ്ധാർത്ഥന്റെ മരണം. സിദ്ധാർത്ഥനെയും സിദ്ധാർത്ഥൻ. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവര് കൊലപ്പെടുത്തിയത്. പക്ഷേ ഇവിടെ ആൺകുട്ടിയാണ്, അവിടെ പെൺകുട്ടിയാണെന്നുള്ളൂ. സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ അന്വേഷണം ഇപ്പൊ ഏതുവരെയായി? ഒരിടത്തും എത്തിയില്ല. ആ സമയത്ത് വലിയ രീതിയിൽ ഒന്നുമില്ല. CBI ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. സമാനമായിട്ടുള്ള സംഭവമാണ് നടന്നത്. അതായത് സിദ്ധാർത്ഥനെ ഇവിടെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു, സിദ്ധാർത്ഥനെ മൂത്രം കുടിപ്പിക്കുന്നു, സിദ്ധാർത്ഥനെ നട്ടലൊടിക്കുന്നു, അതാണ്. സിദ്ധാർത്ഥനെ കസേരയിൽ ഇരുത്തി കറണ്ടടിപ്പിക്കുന്നു, വലിയ രീതിയിൽ ബെൽറ്റ് കഴുത്ത് മുറുക്കി കൊല്ലുന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോഴും ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള വാർഡൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ CPM കാരാണ് പ്രതികൾ, SFI ആയിട്ടുള്ള വിദ്യാർത്ഥി ഗുണ്ടകളായിരുന്നു. അതേസമയം അവിടെ ഇന്ത്യ എത്തുമ്പോഴോ സഖ്യം. ആ ആ വെസ്റ്റ് ബംഗാളിൽ എത്തുമ്പോഴേക്കും സെയിം ആണ് അവസ്ഥ. അതായത് ആ വിദ്യാർത്ഥിനിയെ അത്ര ക്രൂരമായി ബലാത്സംഗം ചെയ്ത് തൃണമൂൽ കോൺഗ്രസിന്റെ അനുയായിയാണ്, അനുഭാവിയാണ്. പോരാത്തതിന് അത് ചെയ്തു കഴിഞ്ഞ ശേഷം അവിടെയുള്ള ഡോക്ടർമാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുകയാണ്. അതായത് 10 ഭീകര മുറിവുകൾ ആ കുട്ടിയുടെ ദേഹത്ത് നിന്നും റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ട് അവർ പൂഴ്ത്തി വെക്കുകയാണ്. ഇവിടെ ഈ സിദ്ധാർത്ഥന്റെയും ഹോസ്റ്റൽ വാർഡൻ അനങ്ങിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ പ്രിൻസിപ്പാൾ അനങ്ങിയിട്ടില്ല, ഇവിടെ ഹോസ്റ്റൽ വാർഡൻ അനങ്ങിയിട്ടില്ല. രണ്ട് സ്ഥലത്തും കൂടെയുള്ള കൊളീഗ്സ് ആണ് പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് സ്ഥലത്തും കൂടെയുള്ള കൊളീഗ്സ് പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ട് സ്ഥലത്തും പിതാക്കന്മാര് പറയുന്നത് എന്റെ മകന് നീതി വേണം, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണ്ട എന്നാണ് പറയുന്നത്. മകൾക്ക് നീതി വേണം. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും നീതി കിട്ടും എന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ പറയാനായിട്ടുള്ള കാരണം, നമ്മളിപ്പോ എവിടെ കിട്ടാനാ? അങ്ങനെ ഹത്രാസിലെ കേസ് എടുത്ത് നോക്കൂ. കിട്ടുകയാണെങ്കില് ആ ഹത്രാസിലെ കേസ് എടുത്ത് നോക്കൂ. ആ ഹത്രാസിലെ കേസ് എടുത്ത് നോക്കുമ്പോ അതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അതായത് ആ പ്രതികളെ എല്ലാം വിചാരണ കൃത്യമായിട്ട് നടക്കുകയാണ്. കത്തുവയിലെ കേസ് എടുത്ത് നോക്കൂ. കത്തുവയിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് പ്രതികളെല്ലാം പിടിച്ച് വിചാരണ നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ശിക്ഷിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെയൊന്നും അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം വിചാരണ കൃത്യമായിട്ട് ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അത് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. പക്ഷെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ആർക്കും ഇത്തരത്തിലുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള മർഡറിന് ഇരയാകുന്ന ആർക്കും ഒരു നീതിയും കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ്. അതെന്താണ് അങ്ങനെ? അതാണ് അവര് അതിന്റെ പിന്നെ തെളിവുകളല്ലേ ഇതിന്റെയൊക്കെ പിന്നിലെ കാര്യം. തെളിവുകൾ നശിപ്പിക്കുന്നു. പിന്നെ ഇപ്പൊ കേരളത്തിൽ സിദ്ധാർത്ഥന്റെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഒരു
സംസ്ഥാനത്ത് അവിടെ വന്ന് വിജയിച്ചു പോന്ന ഒരു 5.5 ലക്ഷം വോട്ട് വാങ്ങിയിട്ട് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം അതെ എന്താ അതെ അതെ ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്? അദ്ദേഹത്തിന്റെ എന്നിട്ട് ഇപ്പൊ എന്താ മണ്ഡലത്തിൽ കൂടെയാണ്, ചെയ്യാ? വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലാണ് ഇത് നടന്നത്. അതെ, അയാളെ മണ്ഡലത്തിൽ വന്നു, അയാൾ അവിടുന്ന് ജയിച്ചു വന്നു, അയാൾ ഇപ്പൊ അവിടെ വിട്ടു ഇങ്ങോട്ടേക്ക് വന്നു. സി ദിസ് ഇസ് ഉം, ഓൾ. അപ്പൊ അവരുടെ ഒരു അഴിഞ്ഞാട്ടാണ് ഇന്ത്യ മുഴുവൻ നടക്കുന്നത്. ഇന്ത്യ ഉം, സഖ്യത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെ പറയാം. ഇപ്പൊ അവര് പറയണ 3 മാസത്തിൽ ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കും. അപ്പൊ ഇതുപോലെ ഉം, പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കി സാധാരണ ജനങ്ങളെ അതിൽ ഉൾപ്പെടുത്തു. കാരണം ഇന്നൊക്കെ അവിടെ നടക്കണ അത്ര ബുദ്ധിമുട്ടുള്ള. ഇനിയിപ്പോ ഇന്ന് ഉം, പിന്നെ ഇവിടെ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഇന്ന് ഡൽഹിയിൽ ഇന്ന് ആദ്യത്തെ പ്രൊട്ടസ്റ്റാ. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞ എല്ലാരും പിന്നെ കുറച്ചും കൂടി സമാധാനത്തോടെ വേണം നീങ്ങാനുള്ള സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഉം, ഹിന്ദുക്കള് സമാധാനമായിരിക്കുന്നത്. അത് നമ്മൾ ഉം, മനസ്സിലാക്കണം. ഒരു ഗവൺമെന്റ് നിങ്ങളെ അയച്ചുവിട്ട് നിങ്ങൾ ചെയ്തോ പറയില്ല. അത്ര സമാധാനമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് മാത്രമേ ഇന്ത്യയിൽ നടക്കാൻ പാടുള്ളൂ ഡൽഹിയിൽ. ഉം, ഇന്നാണ് അത് നടന്നത്. അത്രയും സോഫ്റ്റ് ഉം, ആയിട്ടാ. അപ്പൊ അവരാണെങ്കിൽ എന്താ ചെയ്യാ? കാരണം അവരതിന്റെ ഇടയിൽ കളിക്കൂ. അവരെ രാഹുൽ ഗാന്ധിന്റെ ഇന്ത്യ കത്തിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ ലഡായിയോ ലഡായിയോ എന്ന് എത്ര പ്രാവശ്യം പറയണം. എന്തിന്? ഉം, അവരെന്നെ ചെയ്യണോണ്ടായിരിക്കും. അതുകൊണ്ടാണ് അയാൾ ഒരു അക്ഷരം മിണ്ടാത്തെ. ഒരു കാര്യത്തിൽ അയാൾ ഒരു ഉം, അക്ഷരം മിണ്ടില്ല. വയനാട്ടിൽ വന്ന് തലയും താത്തി അയാൾ വന്നു അല്ലെ? ഉം, ഉം. അതെ അതെ. വയനാടിന് ഇന്ന് ഇപ്പൊ MP ഇല്ല. ഇനി ഒരു ഇലക്ഷൻ ഉം, നേരിടണമെങ്കിൽ ആ ജനങ്ങൾ എത്ര സഹിക്കണം? ഉം, ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കില്ല എല്ലാം പൊളിറ്റിക്സ് ആയിട്ട് ദുരന്തവും പൊളിറ്റിക്സ് ആക്കുക, പിന്നെ ഉം, ആരെങ്കിലും പീഡിപ്പിച്ചതും പൊളിറ്റിക്സ് ആക്കുക എന്നുള്ള ഒരു ഉം, സംഭവമാണ് ഇന്നിപ്പോ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഉം, അധികാരം പിടിക്കണം. എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും പ്രധാനമന്ത്രിയാണ്ട് ഞാനും പ്രധാനമന്ത്രിയാവും. ഇത് മാത്രമേ ഉം, അയാൾക്കുള്ളൂ. അതിനത് അയാൾ എല്ലാ സ്ഥലത്തും പോയിട്ട് വേണ്ടതൊക്കെ ചെയ്യൂ. ഹി ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. വെസ്റ്റ് ബംഗാളിൽ മൊത്തം ഇങ്ങനെയാ. അതൊന്നും നമുക്ക് കുറേയൊന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയയിൽ വന്നിട്ട്. ദാറ്റ് ഉം, മീൻസ് നമ്മൾ അവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ അവര് പറയണത് ഉം. ഹി ഈസ് നോട്ട് ഓപ്പണിങ്, ഹി വിൽ നോട്ട് ഓപ്പൺ. CBIക്ക് വിട്ടാൽ ഇപ്പൊ എല്ലാം തെളിയും. സെൻട്രൽ ഗവൺമെന്റ് ഇല്ല. അഭയ കേസിനെ പോലെ തന്നെയാവും അത്, നിർഭയ. ഉം, ഉം. എന്തായാലും വെസ്റ്റ് ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുത്തില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുക്കും ഓൺലൈൻ എന്നുള്ള മതി, കാര്യത്തിൽ ഓൺലൈൻ യാതൊരുവിധ മാധ്യമങ്ങളാണ് ഓൺലൈൻ അതെ. മാധ്യമങ്ങളാണ് അധിക പേരും കാണുന്നത്. യൂട്യൂബ് വരുമ്പോൾ ഉം, ജനങ്ങൾ അറിയണം, എല്ലാരും സുരക്ഷിതരായിരിക്കണം. ഇത്രയൊക്കെ നമ്മളെ കേരളത്തിലുള്ള ഓരോ ഉം, സ്ത്രീകളും കുഞ്ഞുങ്ങളും അറിയണം. കാരണം നമ്മളെ സൂക്ഷിക്കണം, നമ്മളെ കുട്ടികളോട് പറയണം എങ്ങനെയൊക്കെ ഉം, നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റുന്നുള്ളത്. അത് ചെയ്യല്ലാതെ ആരും ഉം, സംസാരിക്കൂല. എല്ലാം 4 ദിവസത്തെ ഉം, പ്രശ്നമേ എവിടെയും ഉണ്ടാവുള്ളൂ. ആർക്ക് നഷ്ടം എന്ന് പറയണത് നമ്മള് ഭഗവത്ഗീതയിൽ പറയുമ്പോ സ്വയം ദൈവമാണ്. സ്വയം ചെയ്യുന്നത് മാത്രമേ, നമ്മളെ കർമ്മം മാത്രമേ കൊണ്ടുപോകും പറഞ്ഞ പോലെ ജീവിതത്തിലും അതന്നെയാ. നമ്മളെ സൂക്ഷിക്കുക. ഉം, അച്ഛനോ അമ്മയ്ക്കോ സുഹൃത്തുക്കളോ ഒന്നും നമ്മളെ സൂക്ഷിക്കാൻ കഴിയില്ല. ബി ഉം, കെയർഫുൾ ഉം. വേറെവർ ഇൻ യുവർ ഡ്യൂട്ടി, വേറെവർ പ്ലേസ് യു ആർ. ഡോണ്ട് ഗെറ്റ് മിസ്യൂസ്ഡ് ബൈ എനിബഡി. അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് യാത്ര ചെയ്യാൻ ഈ ഒരു ഉപദേശം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വേളയിൽ നമ്മളെ രാജ്യം അതെ മാഡം. പോയിക്കൊണ്ടിരിക്കുന്ന ഓക്കെ. അങ്ങനത്തെ ഒരു വല്ലാത്ത സ്ഥിതിയിലാണ്. So thank you very much ഓക്കെ for മാഡം, discussing താങ്ക് യു. this. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.